ബഹ്റൈൻ ഇൻ്റർനാഷണൽ എയർ ഷോ 2024 നമ്മളിന്ന് ഈ ഒരു ഇവൻറ്റ് കാണാനാണ് പോകുന്നത് കേട്ടോ. എയർ ഷോ എന്ന് പറയുന്നത് പല രാജ്യങ്ങളുടെ ഫ്ലൈറ്റ്സിൻ്റെ ഒരു അമേസിംഗ് ആയിട്ടുള്ള ഫ്ലൈയിങ് പെർഫോമൻസ് ആണ്, ഇല്ലെങ്കിൽ അഭ്യാസ പ്രകടനം എന്നൊക്കെ തന്നെ നമുക്ക് പറയാം. ഈ ഒരു ഇവൻറ്റ് നടക്കുന്നത് എല്ലാ 3 ഇയേഴ്സ് കൂടുമ്പോഴും നവംബറിലാണ്. ഇപ്രാവശ്യം നവംബർ 13th to 15th, 13, 14, 15 3 ഡേയ്സ് ആയിരുന്നു. അപ്പോൾ നമ്മളിന്ന് ലാസ്റ്റ് ഡേ ആണ് പോകുന്നത്. 15th 15th മോർണിംഗ് 11:30 തൊട്ട് 2:40 വരെയാണ് ഫ്ലൈയിങ് പെർഫോമൻസ് ഉണ്ടായിരുന്നത്. നമ്മൾ എന്തായാലും മിസ്സാക്കണ്ടെന്ന് ഓർത്ത് രാവിലെ തന്നെ ഇറങ്ങി കേട്ടോ. ബഹ്റൈൻ സക്കീർ എയർബേസിലാണ് ഈ ഒരു ഇവൻറ്റ് നടക്കുന്നത്. ഫ്ലൈറ്റ്സിൻ്റെ പെർഫോമൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് നിന്നാണെങ്കിലും കാണാൻ സാധിക്കും ഇത്. എങ്കിലും നമ്മൾ ഉള്ളിൽ കയറിയാൽ കുറച്ചുകൂടി വിസിബിലിറ്റി കൂടുതലാണ്. നമുക്ക് അടുത്ത് നിന്ന് തന്നെ ഈ ഒരു പെർഫോമൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഇതാ നമ്മൾ എയർ ഷോയുടെ ഒരു വലിയ കവാടം നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് കാറ് പാർക്ക് ചെയ്യണം. അപ്പം നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിശ്വാസത്തോടെ വെൽക്കം ടു മൈ ചാനൽ ഫാറൂഖ്. അങ്ങനെ നമ്മളിവിടെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ണ് തുറക്കാൻ പറ്റാത്ത വെയിലാണ് കേട്ടോ. എങ്ങനെ ഈ ഫ്ലൈറ്റ്സ് ഒക്കെ മേലെ കൂടെ പറക്കുന്ന കാണുമെന്ന് അറിയില്ല. നല്ല ക്ലൈമറ്റാണ്, ചെറിയ തണുപ്പും ചെറിയ കാറ്റൊക്കെ ആയിട്ട്. പക്ഷേ വെയിൽ, കണ്ണ് തുറക്കാൻ പറ്റാത്ത വെയിലാണ്, ഒട്ടും തന്നെ ചൂടില്ല. എന്തായാലും അതവിടെ നിൽക്കട്ടെ. നമ്മളെന്തായാലും ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് പബ്ലിക്കിന് പോകാൻ ഇവിടുന്ന് ബസ്സാണ് ഈ ഒരു ഇവൻറ്റ് നടക്കുന്ന സ്ഥലത്തേക്ക്. മാക്സിമം ഒരു 10 minutes അത്രയൊന്നും ഇല്ല, എങ്കിലും അങ്ങോട്ടേക്ക് നമ്മൾ ബസ്സിനാണ് പോകുന്നത്. പബ്ലിക്കിന് വേറൊരു എൻട്രൻസ് ഉണ്ട്, എങ്കിലും അതുകൂടെ നമുക്ക് പബ്ലിക്കിനെ അവരത്രയ്ക്ക് എങ്ങോട്ട് എൻകറേജ് ചെയ്യിക്കുന്നില്ല. നമ്മൾ പബ്ലിക്കിനുള്ളത് ഈ ഒരു ബസ്സിലാണ് നമ്മൾ പോകേണ്ടത്. ഈ ഒരു ഇവൻറ്റിൻ്റെ ടിക്കറ്റ് എന്ന് പറയുന്നത് പെർ ഹെഡ് 5 BD ആണ്. 16 ഇയേഴ്സ് എബോവിന്, 16 ഇയേഴ്സ് ബിലോ 16 ഇയേഴ്സിന് ഫ്രീ എൻട്രി ആണ് കേട്ടോ. അപ്പം ഇങ്ങനെ ബസ്സിലാണ് നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക്, ഇവൻറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ തിരിച്ചും നമ്മളെ ഈ ഒരു ബസ്സിൽ ഈ ഒരു കാർ നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ കൊണ്ട് എത്തിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും ബസ്സിൽ അങ്ങനെ പോവുകയാണ്. ഇതിന് മുന്നേയും ഞങ്ങൾ ഈ ഒരു ഇവൻറ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇയറൊന്നും വലിയ ഓർമ്മയില്ല, പക്ഷെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഈ ഒരു ഇപ്രാവശ്യത്തെ ഇവൻറ്റിന്. ഞങ്ങൾ 2 പേരും തന്നെയായിരുന്നു ആ ഒരു വർഷം. പിന്നെ ഞങ്ങൾ ഇപ്രാവശ്യം 3 പേരായിട്ടാണ് പോകുന്നത്. അതൊന്നും അല്ല കേട്ടോ. ഇവൻ്റ് എന്ന് പറയുന്നത് ഫാർ ബെറ്റർ ആയിട്ടുള്ളൊരു ഇവൻ്റായിരുന്നു. ഒരുപാടധികം എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിൽ വലിയ ഒരുപാട് സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു, ഫുഡ് സ്റ്റോളുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. എങ്കിൽ ഇപ്രാവശ്യം അത് ഒരുപാട് കൂടുതൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആൾക്കാരും ഭയങ്കര കൂടുതലായിരുന്നു. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. പിന്നെ ഒരു ലാസ്റ്റ് ഡേ ആണ്, ഫ്രൈഡേ ആണ്, അതുകൊണ്ടാണോ എന്നറിയില്ല. നല്ല തിരക്കുണ്ടായിരുന്നു. ഇത്തിരി കുറേ കൂടി കാര്യങ്ങൾ നമുക്കവിടെ കാണാനും എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഫാർ ബെറ്റർ ആയിട്ടുള്ളൊരു ഇവൻ്റായിരുന്നു ആ ഇയർ വെച്ച് നോക്കുമ്പോൾ. ഇതാ നമ്മൾ ബസ്സിൽ പോകുന്ന വഴിക്ക് കാണുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ ടീം സാരംഗിൻ്റെ ഹെലികോപ്റ്റേഴ്സാണ് കേട്ടോ. നമ്മുടെ ചുണക്കുട്ടന്മാർ ഫ്ലൈയിങ്ങിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണിത്. ഇത്രയും അടുത്ത ഈ ഒരു ഹെലികോപ്റ്റേഴ്സ് കാണാൻ എന്തോ ഒരു ഇന്ത്യയുടെ ആണെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു അഭിമാനമാണ് അല്ലേ. അങ്ങനെ നമ്മൾ ബസ്സിൽ കുറച്ച് നേരം യാത്ര ചെയ്ത് നമ്മൾ ഈ ഒരു ഈവൻറ്റിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഇവൻറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഒരു ഫ്ലൈറ്റിൻ്റെ ഷേപ്പിലുള്ള ഒരു എൻട്രൻസിലൂടെയാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത് കേട്ടോ. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു വലിയ സ്പേസ് തന്നെയാണ്. അവിടെ കുറേ ഫുഡ് സ്റ്റോൾസുകളുണ്ട്. കുട്ടികൾക്കുള്ള കുറേ അധികം ഗെയിംസും കാര്യങ്ങളൊക്കെ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫേസ് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ എത്രമാത്രം വെയിലുണ്ടെന്ന്. പിന്നെ ചൂടൊന്നുമില്ല, ചെറിയ കാറ്റും തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇതിന് മുന്നേ ഈ ഇവൻറ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ടും ഒരുപാട് അധികം കാര്യങ്ങൾ കൂടുതലായിട്ടുണ്ട്. അപ്പം അതിലൊരു കാര്യമാണ് ഈ കാണുന്നത്. നമ്മുടെ ഈ ഒരു ഫോഴ്സിൻ്റെ എല്ലാ തരത്തിലുള്ള വണ്ടികളും, അവരുടെ പോലീസ് ബൈക്കുകളാണെങ്കിലും പോലീസ് കാറുകൾ, വണ്ടി എല്ലാം അങ്ങനത്തെ അവരുടെ തുടക്കത്തിൽ അവർക്കുണ്ടായിരുന്ന പോലീസ് വണ്ടികൾ, അതൊക്കെ ഡിസ്പ്ലേ ഒരുപാടുണ്ട്. ആംബുലൻസുകൾ, ഫയർഫോഴ്സുകൾ, അങ്ങനെ എല്ലാത്തിൻ്റെയും ഡിസ്പ്ലേ ഉണ്ട്. അതിൽ കയറിയിരുന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോസ് എടുക്കാം. അങ്ങനെ എല്ലാ തരത്തിലുള്ള വണ്ടികൾ, അവരുടെ വെഹിക്കിൾസിന്. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ, അതെല്ലാം നമുക്ക് അവർ പറഞ്ഞു തരും. പിന്നെ അവരുടെ ഡോഗ്സ് ഉണ്ടായിരുന്നു, 3-4 ഡോഗ്സ് ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് അതിനെ എടുക്കാം, അവരുടെ കൂടെ ഫോട്ടോ എടുക്കാം. അങ്ങനത്തെ ഒരുപാട് അധികം കാര്യങ്ങൾ ഈ ഒരു ഇവൻറ്റിലുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു ഇവൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുന്നേ അറ്റൻഡ് ചെയ്ത ഇവൻറ്റിൽ ഇത്ര അധികം നമുക്ക് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഫ്ലൈ ചെയ്യുന്ന
ചെയ്യുന്നത് കാണാം. പിന്നെ ഹെലികോപ്റ്ററിൽ കയറി നമുക്ക് ഫോട്ടോ ചെയ്യാം. അതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ഇവന്റിൽ ഒരുപാടധികം കാര്യങ്ങളുണ്ട്. നമുക്ക് ഹെലികോപ്റ്ററിൽ കയറി ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുറച്ച് നേരം ക്യൂ ഒക്കെ നിന്ന് വേണം നമുക്ക് ഈ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതേ ഉള്ളൂ ട്ടോ. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ക്ലൗഡ്സ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സ്പേസ് അവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഒരുപാടധികം കാര്യങ്ങളുണ്ട്. നമുക്ക് പൈലറ്റ്സിനെ മീറ്റ് ചെയ്യാം, അവരോട് സംസാരിക്കാം, അവരുടെ കൂടെ ഫോട്ടോ എടുക്കാം. പിന്നെ കുറേ അധികം ഫുഡ് സ്റ്റോളുകളുണ്ട്. കുട്ടികൾക്ക് ആയിട്ടുള്ള കുറേ അധികം ഗെയിമുകളുണ്ട്. പിന്നെ ഇത്രയും വെയിലും കാര്യങ്ങളൊക്കെ അല്ലേ, നമുക്ക് റെസ്റ്റ് എടുക്കാനും ഇത്തിരി കൂളായിട്ടിരിക്കാനും നമുക്ക് ഇതിനുള്ളിൽ കയറിയിരിക്കാം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ക്ലൗഡ്സ് വേൾഡിൽ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി നമുക്ക് ഹൈലൈറ്റ് ആയിട്ടുള്ള ഐറ്റം കാണാം.
നമ്മുടെ ഇന്ത്യയുടെ ടീം സാരംഗിന്റെ ചൊണക്കുട്ടന്മാരാണ് കേട്ടോ. ഈ ഹെലികോപ്റ്റേഴ്സ് ഒക്കെ ഫ്ലൈ ചെയ്യുമ്പം നമ്മുടെ വന്ദേ മാതരം സോങ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഇന്ത്യന്ന് അല്ലെ ആ ഒരു പവർ നമുക്കും വരും അല്ലേ, നമുക്ക് എന്തോ ഒരു ഫീൽ കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ദില്ലും മിനാക്കി ആ പാട്ടൊക്കെ ഈ ഒരു ഹെലികോപ്റ്റേഴ്സ് ഒക്കെ ഫ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ ഈ ഒരു ടീം സാരംഗ് ഇന്ത്യയുടെ ഈ ഒരു ഹെലികോപ്റ്റേഴ്സിന്റെ ഫ്ലൈ അടിപൊളിയായിരുന്നു. Boy, boy, pojechał, a w rekreś lubi more. Boy, boy, pojechał, a w rekreś lubi more. Boy, boy, pojechał, a w rekreś
വർഷത്തെ എയർ ഷോ ഇവൻ്റ് ഇവിടെ ഇതാ അവസാനിച്ചിരിക്കുന്നു. ഇനി 3 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഇതേ മാസം നവംബറിൽ തന്നെയായിരിക്കും ഈ എയർ ഷോ നടത്തുന്നുണ്ടാവുക. ഇനി നമുക്ക് പയ്യെ തിരിച്ച് നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക് പോകണം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ ബസ്സിന് കയറിയിട്ട് വേണം ഇനിയിപ്പം നമുക്ക് തിരിച്ച് പോകാൻ വേണ്ടിയിട്ട്. ഇത് കണ്ടോ എന്തൊരു വലിയ ക്രൗഡാണെന്ന് നോക്കിക്കേ. ഫ്രൈഡേ ആയതുകൊണ്ടും ലാസ്റ്റ് ഡേ ആയതുകൊണ്ടും തന്നെ ഭയങ്കരമായ ക്രൗഡായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ബസ്സിനൊക്കെ കുറച്ച് നേരം ഒന്ന് കാത്തു നിൽക്കേണ്ടി വന്നു. തിരിച്ച് നമ്മൾ പോവുകയാണ്. നമ്മൾ ബസ്സിൽ പോകുമ്പം നമ്മുടെ ചോളക്കുട്ടന്മാരില്ലേ, അവരെല്ലാവരും ഇവിടെ സെറ്റായിട്ടുണ്ട്. തിരിച്ച് നാട്ടിലേക്ക് പോകാൻ വേണ്ടി സാരംഗ് ഫ്ലൈറ്റ്സിൽ അവർ നാട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല കാഴ്ചയല്ലേ. എന്തായാലും അവരും പോകുന്നു. ഈ ഒരു വ്ളോഗിൽ ഈ ഒരു ഷോയുടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം എനിക്ക് ക്യാപ്ചർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു വ്ളോഗിൽ കാണാം. സീ യു സൂൺ. ടേക്ക് കെയർ ആൻഡ് ബൈ.